അഡ്ജസ്റ്റ്മെന്റ് മാനേജേഴ്സ് കമ്മീഷൻ. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ there will be a manager, okay, who carrying the entire administrative work. അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാ കാര്യം ചെയ്യുന്ന ആരായിരിക്കും? ഈ മാനേജർ ആയിരിക്കും. At that time company or business may offer a commission for profit made by him. അദ്ദേഹം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന് മുകളിൽ എന്ത് ചെയ്യും? ഇത്ര ശതമാനം എന്ത് തരാം? കമ്മീഷൻ തരാന്ന് പറയും. ആരോട്? മാനേജറോട്. ക്ലിയർ? അപ്പൊ ഈ മാനേജേഴ്സ് കമ്മീഷൻ പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഏതാണ്? ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. അതുപോലെ ആഫ്റ്റർ ചാർജിങ്. ഓക്കെ, ഏതാണ്? ആഫ്റ്റർ ചാർജിങ്. ബിഫോർ ചാർജിങ് ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് ഉണ്ട്. രണ്ട് സ്റ്റൈലിലാണ്, രണ്ട് മെത്തേഡിലാണ് നമ്മൾ എന്ത് ഓഫർ ചെയ്യുക? മാനേജേഴ്സ് കമ്മീഷൻ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ബിഫോർ ചാർജിങ് ആണെങ്കിൽ ഇവിടെ നോക്കണേ, ബിഫോർ ചാർജിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇയാളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബിഫോർ ചാർജിങ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ എക്സ്പെൻസ് അല്ലേ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ എക്സ്പെൻസ് അല്ലേ? എവിടെയാ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുക. ഡെബിറ്റ് സൈഡിലാണോ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണോ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ, ബിക്കോസ് ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ അറിയോ? ഈ കമ്മീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പക്ഷെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന എപ്പോഴും എന്തിന്റെ മുകളിലാണ്? എക്സ്പെൻസും എല്ലാ ഇൻകവും വെച്ചാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ അതിലൊരു എക്സ്പെൻസ് അല്ലേ കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പൊ കമ്മീഷൻ കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം. പക്ഷെ പ്രോഫിറ്റ് അറിയണമെങ്കിൽ എല്ലാ എക്സ്പെൻസും വേണ്ടേ? അപ്പൊ എന്തും കൂടെ വേണം? കമ്മീഷൻ കിട്ടണം. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ മെയിൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഫോർ ചാർജിങ് എന്ന് പറയുന്ന ഒന്നാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതില് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. എന്താണ് നോഷണൽ പ്രോഫിറ്റ്? ഈ നോഷണൽ പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അല്ലെ? ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഈ കമ്മീഷൻ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യും. ഓക്കെ, ദെൻ മറ്റെല്ലാ ഇൻകവും ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ 100 രൂപയും ഇവിടെ 150 രൂപയാണ് സങ്കല്പിക്കുക. ഇനി എക്സ്പെൻസ് സൈഡിൽ എന്തും കൂടെ വരാനുണ്ട്? കമ്മീഷൻ കൂടെ വരാനുണ്ട്. നമുക്കറിയോ എത്രയാന്നുള്ളത്? അതറിയണേ എന്തറിയണം? പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് കമ്മീഷൻ ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം നമ്മളെ കയ്യിൽ എമൗണ്ട് ഇല്ല. Therefore നമ്മൾ നോഷണൽ പ്രോഫിറ്റ് കാണും. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ്സ് എ റഫ് പ്രോഫിറ്റ്. റഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇൻകം എഴുതി. ഇൻകം എത്രയുണ്ട്? ഇൻകം എത്രയുണ്ട്? 150 ഉണ്ട്, അല്ലെ? ഇവിടെ ഞാൻ വന്നിട്ട് എക്സ്പെൻസ് നോക്കി, എത്രയുണ്ട്? 100 ഉണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഞാൻ എന്ത് ചെയ്തു? എക്സ്പെൻസ് 100 ലെസ് ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടി? എത്ര കിട്ടി? 50 റുപ്പീസ് കിട്ടി. ഇതെന്താണ്? നോഷണൽ പ്രോഫിറ്റ് ആണ്. എന്താണ്? നോഷണൽ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. എങ്ങനെയാ നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? ബൈ കമ്പയറിംഗ് ഓൾ എക്സ്പെൻസ് വിത്ത് ഇൻകം. എല്ലാ എക്സ്പെൻസിനെയും ഇൻകത്തെയും കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നോഷണൽ പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ കാണും. എന്ത് കണ്ടുപിടിക്കും? മാനേജേഴ്സ് കമ്മീഷൻ കാണും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് 50 രൂപയാണ് നോഷണൽ പ്രോഫിറ്റ് എങ്കിൽ മാനേജർ കൊടുക്കുന്ന 10% ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 10/100 ഈസിക്കൽ ടു 5 എന്ന് മാനേജേഴ്സ് കമ്മീഷൻ കിട്ടും. ക്ലിയർ? ഈസിക്കൽ ടു നോഷണൽ പ്രോഫിറ്റ്. മാനേജർ കമ്മീഷൻ ഈസിക്കൽ ടു നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിച്ചു. സിമ്പിൾ ആണ്. ഏതൊക്കെ സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോഷണൽ പ്രോഫിറ്റ് കാണാം. എന്താ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? റഫ് പ്രോഫിറ്റ്. ബൈ ജസ്റ്റ് കമ്പയറിംഗ് ഇൻകം സൈഡ് ആൻഡ് എക്സ്പെൻസ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് യു വിൽ ഗെറ്റ് എ പ്രോഫിറ്റ്, അല്ലെ? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 5 രൂപ മാനേജ് കമ്മീഷൻ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് മാനേജേഴ്സ് കമ്മീഷൻ 5 രൂപ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വീണ്ടും നെറ്റ് പ്രോഫിറ്റ് കാണും, അല്ലെ? 150. ഇതിൽ നിന്ന് 105 പോയി കഴിഞ്ഞാൽ 45 ആയിരിക്കും എന്ത്? പ്രോഫിറ്റ്. ക്ലിയർ ആയോ?
ഇതാണ് ഇത് ബിഫോർ ചാർജിങ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ആഫ്റ്റർ ചാർജിങ്. ആഫ്റ്റർ ചാർജിങ്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ചാർജിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നത് നോക്കുന്നത്? ആഫ്റ്റർ ചാർജിങ്. ആഫ്റ്റർ ചാർജിങ്ങിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നോ ഡൗട്ട് എന്ത് കണ്ടുപിടിക്കുക? നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 200 ഉണ്ട്, ഇവിടെ 100 ഉണ്ട് അല്ലെ. ഇൻകം എത്രയുണ്ട്? 200 ഉണ്ട്. എക്സ്പെൻസ് എത്രയുണ്ട്? 100 ഉണ്ട്. സോ ജസ്റ്റ് ടേക്ക് ദി ഡിഫറൻസ്. ഓക്കെ, ഇൻകം ഇസ് ഈക്വൽ ടു 200, expense is equal to 100. Okay, so just take the difference. It will be notional profit. എന്താണ്? നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് കണ്ടാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതെന്താ? ആഫ്റ്റർ ചാർജിങ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് കമ്മീഷൻ എത്രയാണോ അത് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചതിന് ശേഷം, മീൻസ് എക്സ്പെൻസ് ആയിട്ട് കമ്മീഷൻ ചെയ്തതിന് ശേഷം, കമ്മീഷൻ കാണിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇല്ലേ, അതിന്റെ മുകളിലാണ് കമ്മീഷൻ. ക്ലിയർ ആയോ? നമ്മളെ പ്രോഫിറ്റിലേക്ക് എന്ത് ചാർജ് ചെയ്യണം? കമ്മീഷൻ ചാർജ് ചെയ്യണം. എന്ത് ചാർജ് ചെയ്യണം? കമ്മീഷൻ ചാർജ് ചെയ്യണം. കമ്മീഷൻ ചാർജ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഇല്ലേ, അതിന്റെ പെർസെന്റേജ് ആയിരിക്കണം എന്ത്? കമ്മീഷൻ. അവിടെ പ്രോബ്ലം ഉണ്ട്. കമ്മീഷൻ എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് അറിയണം? കമ്മീഷൻ അറിയണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മാനേജേഴ്സ് കമ്മീഷൻ ഈസ് ഈക്വൽ ടു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. റിക്വസ്റ്റിൽ ഇപ്പൊ എത്രയാ? 100 രൂപയല്ലേ പ്രോഫിറ്റ് കിട്ടിയ? നോഷണൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു ശതമാനം 10% ആണെങ്കിൽ 10/110. 20% ആണെങ്കിലോ 100 ഇൻറ്റു 20/120. ക്ലിയർ? ഈ രീതിയിൽ എന്ത് കണ്ടുപിടിക്കുക? മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാ ആളുകളും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. രണ്ട് ടൈപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാനേജേഴ്സ് കണ്ടുപിടിക്കാം, കമ്മീഷൻ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ബിഫോർ ചാർജിങ് ആണ്, രണ്ട് ആഫ്റ്റർ ചാർജിങ് ആണ്. ദെൻ ഇൻ ബിഫോർ ചാർജിങ് മെത്തേഡ് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഒന്ന് കമ്മീഷൻ കണ്ടുപിടിക്കാം. ഒന്ന് നോഷണൽ പ്രോഫിറ്റ് ആണ്, രണ്ട് മാനേജേഴ്സ് കമ്മീഷൻ ആണ്. ക്ലിയർ? ഇൻ നോഷണൽ പ്രോഫിറ്റ്, to find out notional profit, you just compare income with the expense, then you can find and the notional profit. അല്ലേ? നോഷണൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ മാനേജേഴ്സ് കമ്മീഷൻ വളരെ സിമ്പിൾ ആണ്. ഏത് മെത്തേഡില്? ബിഫോർ ചാർജിങ് ജസ്റ്റ് റേറ്റ് ബൈ 100 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ രണ്ട് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നു. മാനേജേഴ്സ് കമ്മീഷൻ ഇസ് ഈക്വൽ ടു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനിയിപ്പോ മാനേജേഴ്സ് കമ്മീഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് ട്രീറ്റ്മെന്റ് പറയണ്ടേ? ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഓഫ് ഏത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത് മാനേജർ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു, കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആണല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റ് കാണിക്കും. ക്ലിയർ? സോ ദിസ് ഇസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് മാനേജേഴ്സ് കമ്മീഷൻ. ക്ലിയർ?